ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോവുക 2026 ലോഗോസിൻ്റെ പഠനഭാഗമായ യോഹന്നാന്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 63 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക, ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് കേട്ട് ഉത്തരങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. സ്നേഹമുള്ളവരെ, 2026 സെപ്റ്റംബർ 27 നടക്കുന്ന ലോഗോസ് ക്വിസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായി 100 പരീക്ഷകളടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 300 രൂപ അടച്ച് ഈ 100 പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും മെസ്സേജ് അയക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഗൂഗിൾ ഫോമിലാണ് പരീക്ഷ നടത്തപ്പെടുക. ഇതുവരെ കഴിഞ്ഞ പരീക്ഷയുടെ ലിങ്കുകളും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും. 1. വിശുദ്ധ യോഹന്നാന്റെ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 47 വാക്യങ്ങൾ. 2. യേശു എന്തിനാണ് ജെറുസലേമിലേക്ക് പോയതായി യോഹന്നാൻ 5:1 പറയുന്നത്? ഉത്തരം യഹൂദരുടെ ഒരു തിരുനാളിന്. 3. ഇതിനു ശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ഏതിനു ശേഷം? ഉത്തരം രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയതിനു ശേഷം. 4. ബെത്സയിദ ഏത് ഭാഷയിലെ പേരാണ്? ഉത്തരം ഹെബ്രായ ഭാഷ. 5. എവിടെയാണ് ബെത്സയിദ? ഉത്തരം ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. 6. ബെത്സയിദ കുളത്തിന് എത്ര മണ്ഡപങ്ങളുണ്ട്? ഉത്തരം 5 മണ്ഡപങ്ങൾ. 7. ബെത്സയിദ കുളത്തിൽ കിടന്നിരുന്ന രോഗികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം കുരുടർ, മുടന്തർ, തളർവാദക്കാർ. 8. യേശു സുഖപ്പെടുത്തിയ തളർവാദ രോഗിക്ക് രോഗം പിടിപെട്ടിട്ട് എത്ര വർഷമായിരുന്നു? ഉത്തരം 38 വർഷങ്ങൾ. 9. വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ തളർവാദ രോഗിയോട് യേശു എന്താണ് ചോദിച്ചത്? ഉത്തരം സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? 10. കർത്താവെ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം തളർവാദ രോഗി യേശുവിനോട്. 11. ഏതു ദിവസമാണ് യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്? ഉത്തരം സാബത്ത് ദിവസം. 12. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അധ്യായം വാക്യം ഏത്? ഉത്തരം യോഹന്നാൻ 5-ാം അധ്യായം 8-ാം വാക്യം. 13. സാബത്താകിയാൽ എന്ത് നിഷിദ്ധമാണെന്നാണ് യഹൂദർ സുഖം പ്രാപിച്ച മനുഷ്യനോട് പറഞ്ഞത്? ഉത്തരം കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. 14. എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. ആരോടാണ് തളർവാദ രോഗി ഈ മറുപടി പറഞ്ഞത്? ഉത്തരം യഹൂദരോട്. 15. ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞതിനാൽ അവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ആരാണ് അറിയാതിരുന്നത്? ഉത്തരം തളർവാദ രോഗി. 16-ാമത്തെ ചോദ്യം. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു ബെത്സയിദായിൽ സുഖം പ്രാപിച്ച തളർവാദ രോഗിയോട്. 17. യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് ആരാണ് യഹൂദരെ അറിയിച്ചതായി യോഹന്നാൻ 5:15 പറയുന്നത്? ഉത്തരം സൗഖ്യം പ്രാപിച്ചവൻ. 18. എന്ത് പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു? ഉത്തരം
സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിന്. 19. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു യഹൂദരോട് പറഞ്ഞു. 20ാമത്തെ ചോദ്യം: ഏതു പ്രവൃത്തി മൂലമാണ് യഹൂദർ യേശുവിനെ വധിക്കാൻ കൂടുതലായി പരിശ്രമിച്ചത്? ഉത്തരം: തന്നെ തന്നെ ദൈവത്തോട് സമനാക്കിയതുകൊണ്ട്. 21. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ സത്യം സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയുന്ന എത്ര വാക്യങ്ങളുണ്ട്? അവയേവ? ഉത്തരം: 3 വാക്യങ്ങളാണുള്ളത്. 5-ാം അധ്യായം 19-ാം വാക്യം, 5-ാം അധ്യായം 24-ാം വാക്യം, 5-ാം അധ്യായം 25-ാം വാക്യം. 22. എന്തല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യോഹന്നാൻ 5:19 പറയുന്നത്? ഉത്തരം: പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ. 23. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ ഡാഷും ചെയ്യുന്നു. പൂരിപ്പിക്കുക. ഉത്തരം: പുത്രനും. 24. എന്തെന്നാൽ പിതാവ് ഡാഷ് താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. ഉത്തരം: പുത്രനെ സ്നേഹിക്കുകയും. 25. നിങ്ങൾ വിസ്മയിക്കാത്ത വിധം ഇവയേക്കാൾ അവിടുന്ന് അവന് എന്താണ് കാണിക്കുക? ഉത്തരം: വലിയ പ്രവർത്തികൾ. 26. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് എന്തു ചെയ്യുന്നു? ഉത്തരം: അവർക്ക് ജീവൻ നൽകുന്നു. 27. പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് എന്ത് നൽകുന്നു? ഉത്തരം: ജീവൻ നൽകുന്നു. 28. പിതാവ് ആരെയും വിധിക്കാതെ വിധി മുഴുവൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഉത്തരം: പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. 29. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിന് പിതാവ് എന്താണ് ചെയ്തിരിക്കുന്നത്? ഉത്തരം: വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. 30. പുത്രനെ ആദരിക്കാത്തവർ ആരെ ആദരിക്കുന്നില്ല? ഉത്തരം: അവനെ അയച്ച പിതാവിനെ ആദരിക്കുന്നില്ല. 31. യേശുവിന്റെ വചനം കേൾക്കുകയും അവനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്തുണ്ട്? ഉത്തരം: നിത്യജീവൻ. 32. യേശുവിന്റെ വചനം കേൾക്കുകയും അവനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്ത് ഉണ്ടാകുകയില്ല? ഉത്തരം: ശിക്ഷാവിധി. 33. യേശുവിന്റെ വചനം കേൾക്കുകയും അവനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എവിടേക്കാണ് കടന്നിരിക്കുന്നത്? ഉത്തരം: ജീവനിലേക്ക്. 34. ഏത് സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കുമെന്നാണ് യോഹന്നാൻ 5:25 പറയുന്നത്? ഉത്തരം: ദൈവപുത്രന്റെ സ്വരം. 35. പുത്രന് എന്തിനുള്ള വരമാണ് പിതാവ് നൽകിയിരിക്കുന്നത്? ഉത്തരം: തന്നിൽ തന്നെ ജീവനുണ്ടാകുവാനുള്ള വരം. 36. ആയതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഉത്തരം: മനുഷ്യപുത്രൻ ആയതുകൊണ്ട്. 37. എവിടെയുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: കല്ലറകളിൽ ഉള്ളവരെല്ലാം. 38. കല്ലറകളുള്ളവരെല്ലാം ആരുടെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു? ഉത്തരം: അവന്റെ. 39. നന്മ ചെയ്തവൻ എന്തിന് ഉയർപ്പിനായി പുറത്തു വരും? ഉത്തരം: ജീവന്റെ ഉയർപ്പിനായി. 40. 5-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം: യേശുവിന്റെ സാക്ഷ്യം. 41. സ്വമേധയാ ഒന്നും ചെയ്യുവാൻ എനിക്ക് സാധിക്കുകയില്ല, ഞാൻ ശ്രവിക്കുന്നത് പോലെ ഡാഷ്. പൂരിപ്പിക്കുക. ഉത്തരം: വിധിക്കുന്നു. 42. എന്റെ ഇഷ്ടമല്ല, എന്നെ ഡാഷ് ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. പൂരിപ്പിക്കുക. ഉത്തരം: അയച്ചവന്റെ. 43. എങ്ങനെയെങ്കിൽ എന്റെ സാക്ഷി സത്യമല്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ. 44. ആരുടെ സാക്ഷ്യം സത്യമാണെന്നാണ് യോഹന്നാൻ 5:32 പറയുന്നത്? ഉത്തരം:
എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുടെ സാക്ഷ്യം. 45. നിങ്ങൾ ആരുടെ അടുത്തേക്ക് ആളയച്ചപ്പോഴാണ് അവൻ സത്യത്തിന് സാക്ഷി നൽകിയതെന്ന് യേശു പറഞ്ഞത്? ഉത്തരം, യോഹന്നാന്റെ അടുത്തേക്ക്. 46. ഞാൻ മനുഷ്യരുടെ എന്തു സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഉത്തരം, സാക്ഷ്യം. 47. നിങ്ങൾ എന്തു ചെയ്യേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്? ഉത്തരം, നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന്. 48. കത്തിജോലിക്കെന്ന ഒരു ഡാഷ് ആയിരുന്നു അവൻ പൂരിപ്പിക്കുക? ഉത്തരം, വിളക്ക്. 49. അല്പസമയത്തേക്ക് എന്തിന് ഒരുങ്ങിയവരായിരുന്നു അവർ? ഉത്തരം, അവന്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ. 50. ആരുടേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ടെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, യോഹന്നാന്റേതിനേക്കാൾ. 51. ഞാൻ ഡാഷ് പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെയാണ്. ആ പ്രവൃത്തികൾ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഉത്തരം, പൂർത്തിയാക്കാനായി. 52. ആരുടെ സ്വരം നിങ്ങൾ കേട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല എന്നാണ് യോഹന്നാൻ 5:37 യേശു പറയുന്നത്? ഉത്തരം, എന്നെ അയച്ച പിതാവിന്റെ. 53. അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് പറയുന്നത്? ഉത്തരം, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട്. 54. എന്തു തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നതെന്നാണ് യോഹന്നാൻ 5:39 യേശു പറയുന്നത്? ഉത്തരം, വിശുദ്ധ ലിഖിതങ്ങൾ. 55. എന്നിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു? ഉത്തരം, ജീവൻ ഉണ്ടാകേണ്ടതിന്. 56. മനുഷ്യനിൽ നിന്ന് ഞാൻ ഡാഷ് സ്വീകരിക്കുന്നില്ല. ഉത്തരം, മഹത്വം. 57. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ഡാഷ് ഇല്ല, പൂരിപ്പിക്കുക. ഉത്തരം, ദൈവസ്നേഹം. 58. ഞാൻ ആരുടെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, പിതാവിന്റെ നാമത്തിൽ. 59. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ എന്ത് ചെയ്യുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, സ്വീകരിക്കും. 60. പരസ്പരം ഡാഷ് സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നാണ് യേശു ചോദിക്കുക? ഉത്തരം, മഹത്വം. 61. പിതാവിന്റെ സന്നിധിയിൽ ആരായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക? ഉത്തരം, നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശ. 62. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്ത്? ഉത്തരം, എന്നെക്കുറിച്ച് മോശ എഴുതിയിരിക്കുന്നു. അവസാനത്തെ ചോദ്യം, അവൻ എഴുതിയവ 63. അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ വാക്കുകൾ എന്നെ വിശ്വസിക്കും. ആരാണ് അവൻ? ഉത്തരം, മോശ.